ഇന്ന് ഞാൻ തക്കാളി ചെടി നടാനാണ് പോകുന്നത് കേട്ടോ. തക്കാളി നമ്മൾ എപ്പോ എന്ത് ചെയ്യുന്ന കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും തക്കാളിമേ ഏറ്റവും പെട്ടെന്ന് തന്നെ അണുബാധ, അതായത് കേട് വരാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ ചെടികളെ സംബന്ധിച്ച് തക്കാളിമ കൂടുതൽ വരും. അതിന്റെ പേരിൽ ഞാൻ വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞത്. അപ്പൊ തക്കാളി നടുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണ്ണിനെ നമ്മൾ ക്ലിയർ ആയിട്ട് ശരിയാക്കാം. അതായത് ഗ്രോ ബാഗിൽ ഇട്ടാണ് ചെടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എത്രത്തോളം വരുന്നുള്ള അതിന്റെ മണ്ണ് എടുത്ത് കാണിട്ട് ഒരു 10 ദിവസമെങ്കിലും ചുരുങ്ങിയത് മുന്നേ തന്നെ കുമ്മായം ചേർത്ത് ആ മണ്ണിനെ ഡീസെന്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷമേ നമ്മൾ ചെടി നടാൻ പാടുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിന് പുളിപ്പ് മറ്റുള്ള കാര്യമാണെങ്കിൽ അപ്പൊ അതിന് പൂവും ഇതായിട്ട് അപ്പൊ കേടുപാടുകൾ കുറെ കുറഞ്ഞു കിട്ടും. അതിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല ഇനി കുഴി കുത്തിയിട്ട് ഭൂമിയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ആ കുഴി നടാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെറുതായിട്ട് കുഴിയൊക്കെ എടുത്തും കാണിട്ട് അവിടെ നമ്മുടെ കുമ്മായം കൊണ്ടുവന്നും കാണിട്ട് ഇട്ട് കുറച്ച് കുമ്മായം കൊണ്ടിട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം 10 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ചെടി പറിച്ച് നടാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ പേരിലാണ്. തക്കാളി അതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. തക്കാളി എപ്പോഴും കേട് കൂടുതൽ വരുന്ന സാധനമാണ്. അങ്ങനെ അപ്പൊ ഇത് ഞാൻ ഗ്രോ ബാഗിൽ നടന്നതിന്റെ പേരിൽ ഒരു 12 ദിവസമായിരുന്നു ഈ സാധനം ഞാൻ റെഡിയാക്കി വെച്ചിട്ട്. അപ്പൊ അതാണ് ഞാനിന്ന് നടാൻ പോണത്. ഇതിന്റെ ഉള്ളിൽ ഞാൻ വേപ്പും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേപ്പും പിണ്ണാക്ക് മിക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രതിരോധം കിട്ടുന്നുണ്ട്. അപ്പൊ ചെടികൾക്ക് നല്ലതാണ് ഇത്. വേപ്പും പിണ്ണാക്കൊക്കെ ഒരുപാട് കേടുപാടുകൾ നമുക്ക് അതിന് ഒഴിഞ്ഞു കിട്ടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ശരിയാക്കാം. നിങ്ങൾ ചെയ്തോളൂ. അത് വേപ്പും പിണ്ണാക്ക് ഒരിക്കലും ഒഴിച്ചു വിടാൻ പാടില്ല. അത് ഇട്ടേ പറ്റൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ അപ്പം ചില നടുന്നത് എങ്ങനെയാണെന്നുള്ളത് പിന്നെ വേറെയുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതും ഗ്രോ ബാഗിൽ ഫുള്ളായിട്ട് ഇടണ്ട. കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫുള്ളാക്കി നിറഞ്ഞാൽ വളരുന്നതിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പൊ അത് വീഴില്ല, നല്ല ഉറപ്പിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഞാനിത് മുന്നേ വളങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതാണ് അതിന്റെ പേരിലാണ് ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പച്ചിലകൾ വേണമെങ്കിൽ പച്ചിലകൾ ഇടാം. പച്ചിലകളാകുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാറില്ല. ഇതൊക്കെ ഞാൻ കരയിൽ ഇതൊക്കെ പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. മുന്നേ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് പച്ചിലകൾ നമുക്ക് ശീമക്കൊന്നര ഇലയോ അല്ലെങ്കിൽ എന്താണോ വളം പയറിന്റെ ഇലയോ അങ്ങനെയുള്ള ഇലകൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിന്റെ ഉള്ളിൽ മിക്സ് ചെയ്യാവുന്നതാണ്. വളം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിടാം. അപ്പൊ അങ്ങനെ ഇടാം. അപ്പൊ വളത്തിന്റെ ഇതെങ്ങനെയായില്ലേ. പിന്നെ നട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുന്നുണ്ടോ എന്ന് നോക്കാം. വളരുന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ നമ്മൾ കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, വളർട്ട് കൊടുത്താൽ മതി. അല്ല വളരുന്നില്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ചാണകപ്പൊടി കുറച്ച് ചിന്നി കൊടുക്കട്ടെ. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ മണ്ണിന്റെ ഉള്ളിൽ നടുന്ന സമയത്ത് തന്നെ ഈ സാധനം നമ്മുടെ സൂഡോയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നങ്ങാനി കൃഷിഭവനിൽ നിന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അത് നമ്മളിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ മിക്സ് ചെയ്ത് ഞാൻ നടാൻ ചെയ്യാം. ഇത് കഴിഞ്ഞ് കുരുടിപ്പ് വല്ലതും വരുന്നുണ്ടെങ്കിൽ നമുക്ക് തെളിച്ചു കൊടുക്കുകയും ചെയ്യാം. മണ്ണിൽ മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും. കേടുപാടുകൾ കുറഞ്ഞു കിട്ടാനും മറ്റുള്ളതിനൊക്കെ ഇത് നമുക്ക് ഉപകാരപരമായിട്ട് നടക്കാം കേട്ടോ. ഇതിന്റെ എടുക്കേണ്ട രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 10 ഗ്രാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാം. അപ്പൊ ചെടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതലിടാം, കുറവാണെങ്കിൽ അതനുസരിച്ച് ഇടാം കേട്ടോ. അപ്പൊ അതാണ് പറഞ്ഞ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് നട്ടതിന് ശേഷം കുറച്ച് തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കീടാണുക്കൾ നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ചെടികൾക്ക് കേടുപാടില്ലാതെ വളർത്താൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കിക്കോളും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുള്ള ഈ തക്കാളി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോ ഇങ്ങനെയായി. ഇനി നമുക്ക് ആ തക്കാളിയുടെ ചെടി ഒന്ന് നട്ടു നോക്കാം. കരിയില ഞാൻ അവിടെ നിന്ന് ഇട്ട് റെഡി ആക്കി കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതേമാതിരി പൊടിഞ്ഞു നമുക്ക് കിട്ടും കേട്ടാ. കരിയില ഇട്ട് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി കിട്ടും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെടികൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അതിനാണ് ഞാൻ എന്റെ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ഈ സാധനം. അപ്പൊ ഇല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കി വെക്കാട്ടാ. ഇത് കുറച്ച് ദിവസം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തക്കാളി കാശ് കൊടുത്ത് മേടിച്ചതല്ല. ഞാൻ വിത്ത് എന്റെ വീട്ടിൽ പാവി മുളപ്പിച്ചതിന് ശേഷം ഉള്ള ചെടികളാണ് ഞാൻ വെക്കുന്നത്. അപ്പൊ ഞാൻ അതിനൊന്ന് പറിച്ചിട്ട് ഇതിൽ വെക്കാം. ഈ ചെടി ഞാൻ പതിരപ്പയിൽ വെക്കാട്ടോ. ചെടികൾ എപ്പോഴും പാവി നല്ല തക്കാളി നോക്കി കഴിഞ്ഞ് പാവി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നണേ. കിട്ടുന്നതുണ്ട്, നല്ലതുണ്ട്, മേടിച്ചു കഴിഞ്ഞാൽ നല്ലത് കിട്ടുന്നൊക്കെ ഉണ്ട്.
എന്നല്ല, പക്ഷെ കൂടുതൽ നമ്മൾ പാവി മുളപ്പിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതാപ്പോൾ ഇതിട്ടില്ലേ, ഇപ്പോൾ കരിയില ഇട്ടു കാര്യങ്ങളിട്ടു നമ്മൾ മുന്നത്തെ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചെടി വെക്കുമ്പോൾ കൂടുതൽ തണ്ടുകൾ ഉണ്ടെങ്കിൽ, കൂടുതൽ തണ്ടെന്ന് വെച്ചാൽ വേണ്ട, ഇപ്പം ഈ തണ്ട് കൂടുതൽ ഇതിൽ, അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഇതിനെ അങ്ങോട്ട് കളഞ്ഞെടുക്കാം കേട്ടോ. ആ കളഞ്ഞതിന് ശേഷം പിന്നെ കൂടുതൽ നമ്മൾ മണ്ണ് ഇടുന്നുണ്ട്, ഇടാണ്ടിരിക്കാൻ നല്ലത്. ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് താത്തി വെക്കണം. ഞാനിപ്പോൾ ഇത് കുറച്ച് ഇടുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതാ എടാ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പേരിലാണ് കേട്ടാ, നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോണത് നല്ലതാ. എന്നിട്ട് അതിൻ്റെ കടക്കെ ചെറുതായിട്ട് നമുക്ക് ഈ മണ്ണൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിനിപ്പോൾ ഇത് ഇവിടെ നിന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ള വളങ്ങൾ ചെയ്യാം. അപ്പോൾ ചെടി വളരുന്നതനുസരിച്ചിട്ടുള്ള ഇതിൽ നമുക്ക് ചെയ്യാം ഇടാ. അപ്പോൾ ഇതാണ് ഞാൻ തക്കാളിക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വേണ്ടത് നമ്മൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് കാരണം നമ്മളെപ്പോഴും സൂര്യപ്രകാശം കിട്ടുന്ന കണ്ടീഷനിലുള്ള സ്ഥലത്ത് നമ്മൾ ചെടി നടാൻ നോക്കുക. തക്കാളി അതായത് ഇപ്പോൾ കുഴി കുത്താണെങ്കിലും അത് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോബയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സൗകര്യം നോക്കുക. അപ്പോൾ എന്തായാലും വെളിച്ചം കിട്ടണം, അത് പ്രധാനമാണ് കേട്ടോ. എന്നാലാണ് ആ ചെടി വളരുള്ളൂ, നന്നായിട്ട് വളരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചായലുണ്ടല്ലോ, ഈ ചായലര ചണ്ടി ഇതേ ഇടാ. ഈ ചായലര ചണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് കിട്ടാൻ കുറച്ച് കൂടുതലായിരിക്കും. കുറച്ച് കിട്ടാൻ 3-4 ദിവസത്തേക്ക് നമ്മുടെ 2-3 തണ്ടൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ, ചെടികളുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തിളപ്പിക്കുന്ന ചായലര ചണ്ടി തന്നെ മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിത് പൊടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തിരുമ്പി കാഞ്ഞിട്ട് കടക്ക് ഇട്ട് കൊടുത്താലും നല്ലതാണ് വളർന്നതിന് ശേഷം. ഇല്ലെങ്കിൽ അത് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ഡബ്ബയിലോ വെച്ചും കാഞ്ഞിട്ട് വെള്ളമായിട്ട് എടുത്തും കാഞ്ഞ് സ്പ്രേ കടക്ക് ഒഴിക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ചെയ്യാനും പറ്റും. അപ്പം ചായല നമ്മൾ തള്ളി കളയേണ്ട നല്ല സാധനമാണ്, അതും ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ തക്കാളി ചെടി നടുമ്പോൾ ഏറ്റവും പ്രത്യേകിക്കേണ്ട കാര്യം. തക്കാളി ചെടിക്കാണ് ഏറ്റവും കൂടുതൽ ഈ കേടുപാടുകൾ വരുന്നത്. അതിന്റെ പേരിൽ ഞാൻ ഇത്ര വിശദമായിട്ട് നിങ്ങൾ പറയാൻ കാരണം. അപ്പൊ വെള്ള പുള്ളിയായിട്ട് കണ്ടമാനം, ചിലപ്പോൾ മരത്തുമ്പോൾ കണ്ടമാനം, ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടമാനം വരും. അതിനുശേഷം ചിലപ്പോൾ ഇലകൾ വാടി നിൽക്കും, ഇതായി പോവും. അങ്ങനെ ഒരുപാട് ഇതിങ്ങനെ ചെയ്തിട്ടും വരികയാണെങ്കിൽ ആ ചെടീനോടെ നിർത്താതിരിക്കണം നല്ലത്. കാരണം എന്താ വെച്ചാൽ മറ്റേത് ചെടിക്കും കൂടി പകർന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഈ രോഗം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് അങ്ങനെ കൂടുതലായിട്ട് ഓവറായിട്ട് വരണമെങ്കിൽ അത് കളയാൻ നല്ലത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ മറ്റേ കെമിക്കലിലേക്ക് കൂടുതൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റേ കെമിക്കൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതിന്റെ പേരിൽ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ സൂഡോമോണസ് സൂഡോമോണസ് തെളിക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം ചിലപ്പോൾ തെളിച്ചുകൊണ്ട് ചിലപ്പോൾ ഗുണം ചിലപ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടിയെന്നും വരില്ല. അപ്പൊ നിങ്ങൾ തെളിച്ച് നോക്കുക. അങ്ങനെ ഗുണം കിട്ടുകയാണെങ്കിൽ ഓക്കെ. കേട് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞി വെക്കില്ലേ, ആ കഞ്ഞി വെക്കുന്നതിന്റെ വെള്ളം നമ്മളെടുത്ത് മാറ്റി വെച്ച് ഒരു ദിവസം വെച്ചും കാഞ്ഞ് അത് മാറ്റി വെക്കുക. ആ മാറ്റി വെച്ചതിന് ശേഷം അതെടുത്തിട്ട് ഈ ഇത് 10 ഇതിൽ തന്നെ അതെടുത്ത് കാഞ്ഞിട്ട് 1 ലിറ്റർ വെള്ളത്തിലായിട്ട് മിക്സ് ചെയ്ത് കാഞ്ഞിട്ട്, അപ്പൊ നമുക്ക് ആവശ്യത്തിന് അറിയാലോ 1 ലിറ്റർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ ആവശ്യത്തിനടുത്ത് സാധനം എടുത്തും കാഞ്ഞിട്ട് അതിൽ ഈ കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്യാം. ഈ കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി നമ്മൾ അടിച്ചു കൊടുക്കുക ഒരു ഇതിൽ തന്നെ. അങ്ങനെ അടിക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതിന്റെ പേരിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ മിക്സ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പച്ചത് അടിച്ചു നോക്കാനായിട്ട്. ഇത് അടിച്ചു നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ ഇതേമാതിരി ചെയ്യുക. ഒന്നിലെ കഞ്ഞിവെള്ളമാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സോപ്പില് സൺലൈറ്റ് സോപ്പ്, അതായത് അലക്കണ സോപ്പ് എന്ന് പറയും, അത് കലക്കിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിലും മതിയാവും. പക്ഷെ കൂടുതലും ഞാൻ കഞ്ഞവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഈ കഞ്ഞവെള്ളത്തിൽ എനിക്ക് കൂടുതൽ ഇത് കിട്ടുന്നുണ്ട്. അതിന്റെ പേരിൽ ഞാൻ പറയാൻ കാരണം കേട്ടോ. അപ്പൊ ഇത് സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കണ്ടു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പൊ മണ്ണിലും ഇത് നമ്മൾ ചെയ്യാൻ മറക്കരുത്. തക്കാളി കൃഷി ചെയ്യുന്ന ആൾക്കാർ അതിന്റെ പേരിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കൃഷി ചെയ്യുമ്പോഴും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കണ്ട് കാര്യങ്ങൾ ചെയ്താൽ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ഇതേമാതിരി ചെയ്യാം. അപ്പൊ നമ്മൾ നട്ടതിന് കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുത്തി ഒഴിക്കാതെ ചെറുതായിട്ടൊന്ന് നട്ടല്ലുള്ളൂ ഇട്ട് കൊടുക്കാം. എടാ ഇതേമാതിരിയാണ് ചെയ്യുക. അങ്ങനെ ഉണ്ടായിട്ടുള്ള തക്കാളികളാണ് കാണുന്നത് കേട്ടോ. തക്കാളി അത്യാവശ്യം നല്ല വലിപ്പമല്ലേ? നല്ല വലിപ്പമുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല വലിപ്പമായിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ വളങ്ങൾ എന്തായാലും ഇതേമാതിരി നിങ്ങൾ ചെയ്യുക. മണ്ണിൽ ഞാൻ പറഞ്ഞ മാതിരി കാര്യങ്ങൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണം കിട്ടും, ഉറപ്പ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ
ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നിർത്താം. അടുത്തതിൽ കാണാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.